ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ രോഹിത് അലീനോട് പറയുന്നുണ്ട്, അലീന ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ മോനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതിലുണ്ടോ നോക്കാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് ഇതിലില്ല അലീന പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ പറയുക, എനിക്ക് നല്ല ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം, എന്താ കാപ്പി വേണോ എന്ത് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം, എന്താ വേണ്ട വെച്ചാൽ ചേച്ചിയോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ സ്നേഹത്തോട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ പാൻറ്റിൻ്റെ ഉള്ളിൽ ATM പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. പറഞ്ഞു ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ഏൽപ്പിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഇസ്ത്രി ഇടട്ടെ എന്ന് പറഞ്ഞാൽ അലീന ഇറങ്ങിപ്പോണുണ്ട്. അപ്പോൾ അയ്യോ, രോഹിത്തിനൊന്നും പറയാൻ പറ്റാത്ത വിഷമത്തിൽ രോഹിത് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത് ഹരിശങ്കർ ഒരു കുളത്തിൻ്റെ അവിടെ ഇരുന്ന് വർത്തമാനം പറയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അലീന ചേച്ചി പാവാണ്, അവർ എന്നെ ഒരു സ്വന്തം അനിയനെ പോലെയാണ് കാണുന്നത്, ഞാൻ അങ്ങനെയുള്ളവരോട് എങ്ങനെ ഞാൻ എൻ്റെ ഇതൊക്കെ പറയാം, എനിക്കൊന്നും പറയാൻ വയ്യാടാ പറയാം, അത് എൻ്റെ തോന്നലാണ് എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം ഞാൻ പറഞ്ഞു എൻ്റെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ വയ്യെങ്കിൽ വേണ്ട പോയിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇല്ല, പൊടി പിടിച്ച കണക്ക് അസുഖം വരുള്ളൂ, അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് തന്നു. അത്രയും എന്നെ കെയറായിട്ട് നോക്കുന്നുണ്ട്, എനിക്ക് വയ്യ അവരോട് അങ്ങനെ പറയാൻ പറയുമ്പോൾ ആ കെയറിങ് ആണ്, എന്നോടുള്ള പ്രേമമാണ്, നീ പറയാം, അത് അന്യ അത്രയും നേരം കാണാൻ വേണ്ടിയിട്ടാണ് ആ റൂമിൻ്റെ ഉള്ളിൽ അവൾ വന്ന് അടിച്ചു വരി തുടച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കിതൊന്നിനും വയ്യ പറയുമ്പോൾ വെറുതെ എൻ്റെ മുന്നിൽ സദ്യ വിളമ്പി തന്നിട്ട് സദ്യ തിന്നാതിരിക്കാൻ നിന്നെപ്പോലെ ഒരു മണ്ടൻ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മുടെ കൃഷ്ണമോൾക്ക് വയ്യാതെ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അലീന അങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി എന്തോ കൃഷ്ണമോൾക്ക് വയ്യാന്ന്. എന്നിട്ട് കൃഷ്ണമോളുടെ അടുത്തേക്ക് ചെന്ന്, എന്താ കൃഷ്ണമോളെ യൂണിഫോം ഒന്നും മാറ്റാതെ അവിടെ ഇരിക്കണം, എനിക്ക് വയ്യ ചേച്ചി, എനിക്ക് പനി വരണ പോലെ ഉണ്ട്, എനിക്ക് തീരെ വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കാണ് ബബിത കയറി വരുന്നുണ്ട്. അപ്പോൾ ബബിതോട് പറയുന്നുണ്ട്, അലീന പറയുന്നുണ്ട് കൃഷ്ണമോൾക്ക് പനിയാണെന്ന്, അവൾക്ക് എന്നുണ്ട് ഈ കള്ളത്തര പനി, അവൾക്ക് എന്നാ പനി ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ബബിത കളിയാക്കിയിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അലീന ഒരു കാപ്പിയും കൊണ്ട് വരുന്നതാണ് കൃഷ്ണൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് തലയിൽ വിക്സൊക്കെ പരട്ടി കൊടുത്തിട്ട് കൃഷ്ണമോളെ മെല്ലെ എണീറ്റിട്ട് ആ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കിടക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിശങ്കർ വരുന്നതാണ്. ഹരിശങ്കർ പിന്നെ അലീനയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് ബൈക്കൊക്കെ നിർത്തിയിട്ട് ഉള്ളിലേക്ക് പോകേണ്ട, ഒരു ശബ്ദമില്ലാതെ അനക്കമില്ലാതെ പോകുന്നുണ്ട്, ഉള്ളിലേക്ക് അടുക്കളയിലേക്ക് പോകേണ്ട. അപ്പോൾ ഇവന് ശബ്ദം കേൾക്കുന്നുണ്ട്, അലീന എവിടെയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ശബ്ദം കാതോർത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അലീന അടുക്കളയിലേക്കാണെന്ന് മനസ്സിലായിട്ട് അവൻ മെല്ലെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അടുക്കളയിൽ എത്തിയപ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അലീന പേടിച്ച് അവളുടെ കയ്യിലത്തെ പാത്രങ്ങളൊക്കെ താഴുന്നുണ്ട്. അപ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്, നിനക്കൊരു സർപ്രൈസ് തരാനാണെന്ന് പറയുന്നത് അലീനോട്. എനിക്കൊരു സർപ്രൈസും വേണ്ട, ഒരു തേങ്ങടമൂടും വേണ്ട, എന്ന് വന്നെന്താ കോളിംഗ് ബെല്ല് അടിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിന്നെ ഒന്ന് ഞെട്ടിക്കാച്ചിട്ട് വന്നതാണ് പറയുന്നുണ്ട്. എന്തായാലും അവൻ്റെ കയ്യിലത്തെ ഒരു മോതിരൊക്കെ അവൻ വാങ്ങിക്കൊണ്ടിട്ട് അതെടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നീ എന്താ നോക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് എനിക്ക് ഒന്നും നോക്കണ്ട, എനിക്ക് എൻ്റെ ഒരു സാധനം വേണ്ടെന്ന് അലീന പറയുന്നുണ്ട്. ഇതെന്താ നോക്ക്, ഇതിനെന്താണ് ഒരു വിലയില്ല, എനിക്കൊരു വില ഉണ്ട്, എൻ്റെ വില നീ കളയാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അലീന അവനോട്. പിന്നെ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് പോണില്ല, ഞാൻ രാത്രി ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. നീ എന്താച്ചാൽ കാട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് അലീന ദേഷ്യപ്പെട്ടിട്ട് അലീനയുടെ പണി നോക്കുന്നുണ്ട്. എന്തായാലും ഹരിക്ക് ദേഷ്യം വന്നിട്ട് ഹരി പുറത്തേക്ക് പോകുന്നുണ്ട്. ഹരി പുറത്തേക്ക് പോയിട്ട് അങ്ങനെ നോക്കണ സമയത്താണ് കൃഷ്ണജ അവിടെ ഇരിക്കുന്നുണ്ട്. കൃഷ്ണജ അങ്ങനെ എഴുതി പഠിക്കുന്നുണ്ട്, അവിടെ ഓരോന്ന് ഇരുന്ന് കൃഷ്ണജ എഴുതി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹരി അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നാളെ ക്ലാസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്കിന്ന് ക്ലാസ് ഇല്ല, എനിക്കിന്ന് എൻ്റെ ഒരു ക്ലാസ്സിലൊരു കുട്ടി കുളത്തിൽ വീണ് മരിച്ചു, അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ചെന്നപ്പോൾ അറിഞ്ഞൊന്നുമില്ല പറഞ്ഞപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ മെല്ലെ ഹരി അവളുടെ അടുത്ത് ഇരുന്നിട്ട് മെല്ലെ പറയുന്നുണ്ട്, ഓരോന്ന് അവളെ കൈയൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് പറയുന്നുണ്ട്, നീയാണ് ഈ വീട്ടിലെ ഏറ്റവും സുന്ദരി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനും നല്ല സുന്ദരി, ഈ വീട്ടിൽ ഞാൻ ഏറ്റവും സുന്ദരി അല്ലാത്തതെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു നിന്നെ കാണാനാണ് സുന്ദരി പറഞ്ഞ് ഹരി വേണ്ടാത്ത രൂപത്തിൽ അവളെ പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. ആ കുട്ടിക്ക് ഒന്നും മനസ്സിലാവണില്ല, ചെറിയ കുട്ടിയല്ല, അവൾക്കൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ അവളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ ഓരോന്ന് കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്താണ് അവിടുന്ന് നമ്മുടെ അലീന വരുന്നുണ്ട്. അലീന വിചാരിക്കുന്നുണ്ട്, ഇവിടെ എവിടെ പോയി, ഹരി എവിടെ പോയി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളുടെ അടുത്ത് ഹരിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത പേടിയായി. അപ്പോൾ അലീന അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ഹരിശങ്കർ കൃഷ്ണനോട് വേണ്ടാത്ത രീതിയിലാണ് പെരുമാറണമെന്ന് മനസ്സിലായി. അവൾ വേഗം മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചേച്ചി പറഞ്ഞിട്ട്, വാ അണക്ക് ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാപ്പിയും ബിസ്ക്കറ്റും കഴിച്ചോ വായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ വേഗം എണീറ്റിട്ട് പോയി, ഞാൻ കാപ്പി കുടിച്ചിട്ട് വരാട്ടോ ഹരിയേട്ടാന്നൊക്കെ പറഞ്ഞ് ഹരിയേട്ടനോട് പറഞ്ഞിട്ട് പോകണ്ട. അപ്പോഴേക്ക് ഹരിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും അവൾ പോയിട്ടിരുന്ന് കാപ്പിയും ബിസ്ക്കറ്റൊക്കെ കുടിക്കുമ്പോൾ അലീന അവനെ വല്ലാതെ നോക്കുന്നുണ്ട്, അവൻ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഹരിക്ക് ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചിയുടെ കാപ്പി എനിക്ക് നല്ല ഇഷ്ടമാണ് ചേച്ചി, എനിക്ക് ചേച്ചിയെപ്പോലെ ഒരു ചേച്ചി ഉണ്ടെങ്കിൽ എത്ര നന്നായെന്ന്, എനിക്ക് ചേച്ചിയെപ്പോലെ ഒരു ചേച്ചി വേണമെന്ന് ഒരുപാട് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. അതിനെന്താ, ഞാൻ നിൻ്റെ ചേച്ചിയല്ലേ, പക്ഷേ ബബിതയ്ക്ക് എപ്പോഴും കൊനിട്ടും പോരാണ്, അവൾക്ക് അവളുടെ അമ്മയുടെ സ്വഭാവമാണ്, എനിക്ക് അച്ഛൻ്റെ സ്വഭാവമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ഹരി പുറത്തേക്ക് ഇറങ്ങി പോണ സമയത്താണ് നമ്മുടെ വൈജ കാറും കൊണ്ട് വരുന്നത്. വൈജ കാറും കൊണ്ട് വരുന്ന സമയത്ത് വൈജ ചോദിക്കുന്നുണ്ട്, എപ്പോഴാടാ നീ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് നേരമായി എത്തി, വല്ലതും കഴിച്ചോ ചോദിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ വീട്ടിലത്തെ സർവൻറ്റ് മഹാമോശ,
ഒന്നും എനിക്കിതുവരെ തന്നില്ല, ഒരു ചായ പോലും തന്നില്ല. അവൾ ഗസ്റ്റൊക്കെ വന്നാൽ നല്ല രീതിയിലാണല്ലോ നോക്കൽ, പിന്നെ എന്താ ഇപ്പോൾ നിന്നോട് ഇങ്ങനെ പെരുമാറിയതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, എനിക്കൊന്നും തന്നില്ല, എന്തായാലും ഞാൻ അവളെ പോയിട്ട് ഒന്ന് ചീത്ത പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിപ്പോണ്ടേ വേണ്ട വേണ്ട ആൻറ്റി ഒന്നും പറയണ്ട, ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം വരണ്ട പറഞ്ഞു. അതിന് നീ കാരണം ഇവിടെ പ്രശ്നം വരാം, അവളെൻ്റെ ആരാന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ഉള്ളിലേക്ക് പോണ സമയത്ത് അലീന അവളെ പഠിപ്പിക്കുകയാണ്, കൃഷ്ണച്ചയെ പഠിപ്പിക്കുകയാണ്. കൃഷ്ണച്ച പറയുന്നുണ്ട് എനിക്ക് ഒന്നും മനസ്സിലാവണില്ല ചേച്ചി, ഹിന്ദി ഒന്നും മനസ്സിലാവണില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്താ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അലീന അവൾക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലീന പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് വൈജ വരുന്നത്. വൈജയ്ക്ക് ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നത്. നീ എന്താ ഇവിടെ ചെയ്യണം, നിന്നോട് അമ്മേനെ നോക്കാനും വീട്ടിലത്തെ പണി നോക്കാനല്ല പറയണം, എന്നെ കുട്ടിയെ പഠിപ്പിക്കാനല്ലല്ലോ പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കൃഷ്ണൻ പറയണ്ട, അമ്മ എനിക്ക് അലീന ചേച്ചി പറഞ്ഞു തന്നാൽ നന്നായി മനസ്സിലാവണുണ്ട്, എനിക്ക് അവർ പറഞ്ഞു തരട്ടെ എന്ന് പറയുന്നുണ്ട്. അതിന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ നല്ലൊരു ട്യൂഷൻ ടീച്ചറെ അടുത്ത് ട്യൂഷൻ വയ്ക്കുക, അല്ലാതെ ഒന്നും അറിയാത്തവരുടെ അടുത്തല്ല പഠിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞ് വൈജ അകത്തേക്ക് പോകുന്ന സമയത്ത് കൃഷ്ണമോള് പറയണ്ട, ഈ അമ്മയ്ക്ക് എന്താ കുശുമ്പോ അതോ കുരുട്ടോ അതോ അസൂയ, എന്താ ഇതിനൊക്കെ പേര് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയിൽ നമുക്ക് കാണുന്നത് ഹരിശങ്കർ രാത്രി വന്ന് അലീനയുടെ വാതിൽ തട്ടുണ്ട്. അലീന വന്ന് തുറക്കണ സമയത്ത് അവൻ പറയുന്നുണ്ട് ഞാൻ ആരാ നിനക്കറിയില്ല. അപ്പോൾ അലീന പറയുന്നത് ഞാൻ ആരാ നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ വൈജ ഇറങ്ങി വരുന്നത്. വൈജ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് എന്താണ് അവൻ വന്ന് നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വാതിലടയ്ക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.